ഹായ് ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓർഗാനിസം ക്ലോസ്ട്രീഡിയം ആണ്. സോ നമുക്ക് നോക്കാം. സോ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന ഓർഗാനിസം ഗ്രാം പോസിറ്റീവ് ജീൻസിൽ വരുന്നതാണ്. ആൻഡ് ദേ ആർ റോഡ് ഷേപ്പ്, സ്പോർ ഫോമിങ് അനൈറോബിക് ബാക്ടീരിയ. പിന്നെ ഇതിന്റെ സ്പോർസ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് സെല്ലിനെക്കാട്ടി വലുതായിരിക്കും. സോ ഇറ്റ് ബ്രിങ്സ് ഔട്ട് ഓൾ ദ ബൾജിങ് ഓഫ് ദാറ്റ് സെൽ. സ്പോർസ് വെജിറ്റേറ്റീവ് സെല്ലിനെ കാട്ടി വലുതാവുന്നത് കൊണ്ട് തന്നെ ആ സെല്ലിന് ഒരു ബൾജിങ് എഫക്റ്റ് ഉണ്ടാവും. ആൻഡ് ദി ഓർഗാനിസം ആർ ഹൈലി പ്ലിയോമോർഫിക്, സ്ട്രെയിറ്റ്ലി കർവ്ഡ് റോഡ്സും അതിൻ്റെ എൻഡിലൊക്കെ ചെറിയൊരു സ്ലൈറ്റ്ലി കർവ്നെസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓർഗാനിസം ക്ലോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്ഡ്, സ്പിൻഡിൽസ്. സോ അതുകൊണ്ടാണ് ഈ ഓർഗാനിസത്തിന് ഈ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന പേര് കിട്ടിയത്. സോ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 3 to 8 into 0.4 to 1.2 മൈക്രോമീറ്റർ ഇൻ സൈസ് ആണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം എന്താണ്, മൊട്ടിലിറ്റി കാണിക്കും. പക്ഷെ ക്ലോസ്ട്രീഡിയം ടെറ്റ്നി ടൈപ്പ് 4ഉം ക്ലോസ്ട്രീഡിയം പെരിഫ്രിഞ്ചറൻസും നോൺ മൊട്ടൈലാണ്. പിന്നെ ക്ലോസ്ട്രീഡിയം പെരിഫ്രിഞ്ചറൻസ് ആൻഡ് ക്ലോസ്ട്രീഡിയം ബ്യൂട്രിക്കം ആർ ക്യാപ്സുലേറ്റഡ്, അതർ ആർ നോൺ ക്യാപ്സുലേറ്റഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസീസിൽ പഠിക്കാനുള്ളത് ക്ലോസ്ട്രീഡിയം പെരിഫ്രിഞ്ചറൻസ്, അത് ഗ്യാസ് ഗാംഗ്രിയ കോസ് ചെയ്യും. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനിസം വിച്ച് കോസ് ഫുഡ് പോയ്സൺ, ആൻഡ് ക്ലോസ്ട്രീഡിയം ടെറ്റനി വിച്ച് കോസ് ദ ഫേമസ് ഡിസീസ് ടെറ്റനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഷേപ്പ് ആൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്പോർസ് വന്നിട്ട് സെല്ലിനെക്കാട്ടി വലുതായത് കൊണ്ട് ഒരു ബൾജിങ് എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ മെയിൻലി ഇതിന്റെ ഷേപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് സ്പോർസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യണത്. ഫസ്റ്റ് തന്നെ വന്നത് സെൻട്രൽ ഓർ ഇക്വിറ്റോറിയൽ. അത് വരുമ്പോഴത്തേക്കും ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും ഓർഗാനിസം. അതിന് എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം ബൈഫെർമെന്റൻസ്. നെക്സ്റ്റ് വരുന്നത് സബ്ടെർമിനൽ ഓർ സ്പെരിക്കൽ. ഒരു ക്ലബ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക ഓർഗാനിസത്തിന്. അതിന് എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രീഡിയം പെരിഫിഞ്ചറൻസ്. നെക്സ്റ്റ് ടെർമിനൽ സൈഡിൽ വരുന്നത് ഓവൽ സ്പോർസ് അല്ലെങ്കിൽ ടെർമിനൽ സൈഡിൽ വരുന്ന സ്പോർസ്. സോ അത് പറയുമ്പോഴത്തേക്കും ഓർഗാനിസത്തിന് ഒരു ടെന്നീസ് റാക്കറ്റിന്റെ അപ്പിയറൻസ് ആയിരിക്കും. എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം ടെറിട്ടിയം. നെക്സ്റ്റ് വരുന്നത് ടെർമിനൽ സ്പെരിക്കൽ സ്പോർസ്, അത് ഡ്രം സ്റ്റിക് അപ്പിയറൻസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം ടെറ്റനി. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം ഫ്ലജെല്ലേറ്റഡ് ആയിരിക്കും വിത്ത് പെരിട്രൈക്കസ് ഫ്ലജെല്ല. എക്സെപ്ഷൻസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി ടൈപ്പ് 4, ക്ലോസ്ട്രീഡിയം ടെറ്റനി ടൈപ്പ് 4ഉം ക്ലോസ്ട്രീഡിയം പെരിഫ്രിഞ്ചറൻസും. അപ്പോൾ ഒരു എക്സെപ്ഷൻ അതിന് വീണ്ടും പറഞ്ഞത് നമ്മൾ ദേ ആർ capsulated, they are non-capsulated except these two organisms നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇനി ഇതിന്റെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. നമ്മൾ മെയിൻലി ക്ലോസ്ട്രീഡിയം അനൈറോബിക് ഓർഗാനിസം ആണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ അനൈറോബിക് മീഡിയത്തിലായിരിക്കും വളർത്തുക. മെയിനായി നമ്മൾ യൂസ് ചെയ്യുന്നത് റോബർട്ട്സൺ മീറ്റ് മീഡിയ, RCM മീഡിയ ആണ്. മെയിൻലി ഇതിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അനൈറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദേ ആർ റിയാക്റ്റീവ് ടു കാറ്റലൈസ്. ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് pH ഈസ് 7 to 7.4.
and most species produce gas in the medium, and saccharolytic species turn meat into pink color, and proteolytic species turn meat black with a foul smell. സോ ക്ലോസ്ട്രീഡിയം ബോട്ടിലിൻ്റെ സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈവൻ 100 ടെമ്പറേച്ചർ, അതായത് ബോയിലിംഗ് ടെമ്പറേച്ചറിൽ 3 to 4 hours ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും സർവൈവ് ചെയ്യും. ഈവൻ അറ്റ് 105 degree Celsius ആർ നോട്ട് കിൽ കംപ്ലീറ്റ്ലി. അതായത് നമ്മൾ പറയുന്നത് 100 മിനിറ്റിൽ 105 degree Celsius നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഓർഗാനിസ് ഒക്കെ ചത്തുപോണ്ടാണ്. ബട്ട് സം ഓഫ് ദം ആർ ടിൽ സർവൈവ്. അതുപോലെ തന്നെ സ്പോർസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ക്ലോസ്ട്രീഡിയം പെരിഫ്രിഞ്ചറൻസ്. സോ ഈ ടൈപ്പ് ഓർഗാനിസം നോട്ട് ഹൈലി റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ്. അതിനെ നമ്മൾ ബോയിൽ ചെയ്താൽ മതി. 5 minutes ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർവൈവ് ചെയ്യില്ല, അതിൻ്റെ സ്പോർസ് എല്ലാം ഡിസ്ട്രോയിഡ് ആവും. പിന്നെ അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം ടെട്നിയുടെ അതിൻ്റെ സ്പോർസും ആ ഓർഗാനിസവും 100 years വരെ വയബിൾ ആയിരിക്കും സോയിലിനകത്ത്. പിന്നെ ചില സ്ട്രെയിൻസ് എന്ന് പറയുന്നത് 15 to 90 minutes വരെ ബോയിലിനെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ എല്ലാ ഓർഗാനിസിനും നമ്മൾ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 121 degree Celsius for 20 minutes ഓട്ടോക്ലേവിംഗ് ആണ്. ഹാലോജൻസ് ആർ എഫക്റ്റീവ് ടു കിൽ ദം, like 1% aqueous solution of iodine kills spores within 3 hours, and 2% glutaraldehyde kill all the spores. സോ ക്ലോസ്ട്രീഡിയത്തിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്, ക്ലാസിഫിക്കേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലോസ്ട്രീഡിയം എന്തൊക്കെ ഡിസീസുകൾ കോസ് ചെയ്യും? സോ ടെറ്റനസ്, ഗ്യാസ് ഗാംഗ്രൈൻ, ബോട്ടുലിസം, ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ, സാക്രോലിറ്റിക് ആൻഡ് പോളിയോലിറ്റിക് മിക്സ്ഡ്. അത് വരുന്നത് ഗ്യാസ് ഗാംഗ്രൈയുടെ കീഴിലാണ് വരുന്നത് എൻസൈംസിന്റെ ബേസിൽ. സോ നെക്സ്റ്റ് നമ്മൾ ഇതിലെ ഓരോ ഓർഗാനിസമായിട്ട് പഠിക്കാൻ പോകണം. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് അതിൻ്റെ എന്തായിരുന്നു, ജനറൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇനി ഫസ്റ്റ് ഓർഗാനിസം വരുന്നത് ക്ലോസ്ട്രീഡിയം പെരിഫ്രിഞ്ചറൻസ് ഓർ ക്ലോസ്ട്രീഡിയം വെൽക്കി എന്ന് നമ്മൾ പറയും. ഈ ഓർഗാനിസം എന്ന് പറയുന്നത് ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ബൈ ആൽക്ലെയിൻ, ബട്ട് ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ ബൈ നറ്റാൾ ആൻഡ് ക്ലെവേ. നറ്റാൾ ആൻഡ് ക്ലെവേ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളാണ് ഇത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ബൈ ആൽക്കെയിം ആണ്, ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയി. ആൻഡ് ഇറ്റ് ഈസ് ഫോർമലി കോൾഡ് ആസ് ക്ലോസ്ട്രീഡിയം വെക്കി. നോർമൽ ഇൻഹാബിറ്റൻറ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രിയിലാണ്, നമ്മൾ ലാർജ് ഇൻഡസ്ട്രിയിലാണ് ഇത് കാണുന്നത്. പിന്നെ ഓർഗാനിസം എക്സ്ക്രീറ്റഡ് ഇൻ ഫീസസ് വഴിയായിരിക്കും അത് പുറത്തോട്ട് പോവുക. ആൻഡ് ഇറ്റ് കണ്ടാമിനേറ്റ് ഓഫ് പെരിറ്റോണിയം തയോക്സ്. പിന്നെ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ ആണ്. സ്പോർസ് ആർ ഫൗണ്ട് ഇൻ സോയിൽ ആൻഡ് എയർ. സോ അത് ജനറൽ ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ മോർഫോളജി നോക്കുക. ലാർജ് ഗ്രാം പോസിറ്റീവ് ബാസിലി ആണ് വിത്ത് സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ സൈഡ് ആൻഡ് സ്ലൈറ്റ്ലി റൗണ്ടഡ് എൻഡ്സ്. ഒരു പ്ലം റോഡ് ഷേപ്സ് ആയിരിക്കും. പിന്നെ 4 to 6 മൈക്രോമീറ്റർ സോ ആയിരിക്കും ഡയമീറ്റർ ഇൻ സൈസ് എന്ന് പറയുന്നത്. പിന്നെ സൈസ് അത് മെയിൻലി ഒക്യോ ചെയ്യുന്നത് സിംഗിളി അല്ലെങ്കിൽ പെയർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പ്ലിയോമോർഫിക് ആണ്, ക്യാപ്സുലേറ്റഡ് ആൻഡ് നോൺ മോട്ടൈൽ. അതുപോലെ സ്പോർസ് എന്ന് പറയുന്നത് സെൻട്രൽ. സ്പോർസ് മെയിൻലി സെൻട്രൽ ഓർ സബ് ടെർമിനൽ ആയിരിക്കും. മെയിൻലി സ്പോർസിന് നമുക്ക് അങ്ങനെ കൾച്ചർ മീഡിയയിൽ വളരെ റെയറായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ പാത്തോളജിക്കൽ ലീഷൻസ്, മെറ്റീരിയൽ ഫ്രം പാത്തോളജിക്കൽ ലീഷൻസ് ആണ് പറയുന്നത്. പിന്നെ റോബർട്ട്സൺ വീഡിയോനകത്ത് ബ്രോത്ത് എന്ന് പറയുന്നത് ഐഡിയൽ ആയിരിക്കും. മീറ്റിന് ഇത് എന്ത് ചെയ്യും, പിങ്ക് ആയിട്ട്
turn pink but not digested with a sour odor. ചെറിയൊരു പുളിച്ച പോലത്തെ മണമായിരിക്കും വരിക. മീറ്റിന് ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് സ്ട്രോമി ഫെർമെന്റേഷൻ ഓഫ് ലാക്ടോസ് ഇൻ ലിറ്റ്മസ് മിൽക്ക്. ലിറ്റ്മസ് മിൽക്ക് ടെസ്റ്റിനകത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോമി, കൊടുങ്കാറ്റൊക്കെ വീശിയ പോലെ അങ്ങനത്തെ ഒരു അപ്പിയറൻസ് കാണിക്കും. ആസിഡ് കൊയാഗുലേറ്റ് ആവും. പിന്നെ ബാമിനകത്ത് എങ്ങനെയായിരിക്കും? അതിനകത്ത് ടാർഗറ്റ് ഹീമോലൈസിസ് ആയിരിക്കും കാണിക്കുക. ബോർഡർ സോൺ ഓഫ് പാർഷ്യൽ ഹീമോലൈസിസ് ആൻഡ് നാരോ സോൺ വരെ കാണിക്കാറുണ്ട്. ഓക്കെ, ബാം എന്ന് പറയുമ്പോൾ ബ്ലഡ് അഗാർ മീഡിയം. ഫെർമെന്റേഷനിൽ വരുമ്പോഴത്തേക്കും ഷുഗേഴ്സിനെ ഫെർമെന്റ് ചെയ്യും. ഗ്ലൂക്കോസ്, ലാക്ടോസ്, മാൾട്ടോസ് ഫെർമെന്റഡ് വിത്ത് ആസിഡ് ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ. H2S പ്രൊഡക്ഷൻ ഉണ്ടാവും, നൈട്രേസ് റിഡക്ഷൻ ഉണ്ടാവും. പിന്നെ ഇൻഡോൾ, MR, VP ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. സോ ലെഫ്റ്റിൽ ഫസ്റ്റ് A ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് CM. അപ്പം ഇതിലെ മീറ്റിന് അത് പിങ്ക് കളർ ആയിട്ടുണ്ട്, പക്ഷെ മീറ്റിന് ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. ലിറ്റ്മസിൽ ആണ് ബിയിൽ വരുമ്പോഴത്തേക്ക് എന്താ? സ്ട്രോമി ഫെർമെന്റേഷൻ, ആസിഡ് ക്ലോട്ട്സ് ഇൻ ലിറ്റ്മസ് മിൽക്ക്. ഓക്കെ, ബാം എന്ന് പറയുമ്പോഴത്തേക്കും ബീറ്റ ഹീമോലൈസിസ് അല്ലെങ്കിൽ പാർഷ്യൽ ഹീമോലൈസിസ് എന്ന് പറയുമ്പം ഇതാണല്ലോ ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. അപ്പൊ ടാർഗറ്റ് ഹീമോലൈസിസ് കാണിക്കാറുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഓർഗാനിസം ക്യാൻ കോസ് ഫുഡ് പോയ്സണിങ് ഓർഗാനിസം ആണ്. ആൻഡ് ബോയിലിംഗ് വിത്ത്സ്റ്റാൻഡ് 1 to 3 hours. ദാറ്റ് ഈസ് ഫോർ ടൈപ്പ് A and type E, and it is sensitive to autoclave 121 degrees Celsius for 50 minutes. Kill all spores. And mainly toxins produce ചെയ്യുന്നതെന്ന് പറയുമ്പോൾ toxins mainly 12 distinct type toxins produce ചെയ്യുന്നുണ്ട്. ആൽഫ ടോക്സിൻ, ബീറ്റ ടോക്സിൻ, എപ്സിലോൺ, Y and N toxin, delta toxin, theta toxin, K toxin, lambda toxin and microtoxin. So ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആൽഫ ടോക്സിൻ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൽഫ ടോക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ ടോക്സിൻസും പ്രൊഡ്യൂസ് ചെയ്യും. അത് കുറച്ചും കൂടി ലീത്തലാണ്. ഡെർമോ നെക്രോട്ടിക് ആൻഡ് ഹീമോലൈറ്റിക് ടോക്സിൻ ആണ്, വിച്ച് ഈസ് ഫോസ്ഫോലിപ്പോഡേസ്. പിന്നെ ഓൾസോ കോൾഡസ്, ഈ ഇതിനെ നമ്മൾ ഓൾസോ കോൾഡസ് ലെസിത്തിനേസ് എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു സ്നേക്ക് വെനം, അതായത് പാമ്പിന്റെ വിഷത്തിനോട് കൂടെ ഭയങ്കര സിമിലാരിറ്റി കാണിക്കും. ഇറ്റ് വിൽ ഡിഗ്രേഡ് ഫോസ്ഫോറിൽ ക്ലോറൈൻ ആൻഡ് ഡൈഗ്ലിസറൈഡിഹൈഡ് and it occurs in yolk agar, opalence, and alpha toxin is demonstrated by a reaction of Naegeli's reaction. നമുക്ക് ലേറ്റർ ആയിട്ട് പഠിക്കാം, എൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസിൽ നമുക്ക് ശരിക്കും പഠിക്കാം അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത് കൂടാണ്ട് എൻസൈമുകൾ എന്ന് പറയുന്നത് ന്യൂറാമിനിഡേസ് എന്ന് പറയുമ്പോഴത്തേക്കും destroys myxovirus receptors on blood cells. ഹീമോഗ്ലൂട്ടിനിൻ എന്ന് പറയുന്ന എൻസൈമാണ് അഗെയിൻസ്റ്റ് ആക്റ്റീവ് റെഡ് സെൽസ്. RBC സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഫൈബ്രോലൈസിൻ ഉണ്ട്, ഹീമോലൈസിൻ ഉണ്ട്. ബേർസ്റ്റിംഗ് ഫാക്ടർ has specific action on muscle tissue and responsible for muscle lesion in gas gangrene. പിന്നെ circulatory factor causes an increase in adrenaline sensitivity of capillary but also inhibits phagocytosis. Pathogenicity നോക്കാം. മെയിൻലി 3 ക്ലിനിക്കൽ കണ്ടീഷൻസ് ആണ് ഈ ക്ലോസ്ട്രീഡിയം പെരിഫറൻജറൻസ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ വൂണ്ട് കണ്ടാമിനേഷൻ, അതായത് സ്ലോ വൂണ്ട് ഹീലിംഗ് ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് സെക്കൻഡ് അനേറോബിക് ഓർ ക്ലോസ്ട്രീഡിയൽ സെല്ലുലൈറ്റിസ്. ഓക്കെ, അതിനകത്ത് പറയുമ്പോഴത്തേക്കും ഈ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന ഓർഗാനിസം ഫേഷ്യൽ പ്ലെയിൻസ് ഫെസിറ്റൈറ്റ്സിൽ കൂടെ
നമ്മുടെ ശരീരത്തിൽ ഇൻവൈഡ് ചെയ്യും. എന്നിട്ട് വിത്ത് മിനിമൽ ടോക്സിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് മസിൽ ടിഷ്യൂവിനകത്തോട്ട് ഇൻവൈഡ് ചെയ്യില്ല. And lesions very limited gas abscess to extensive involved in by limbs, കയ്യില് അല്ലെങ്കിൽ കാലിന്റെ ഏരിയയില് കേട്ടോ. സെറോപ്യൂർലന്റ് ഡിസ്ചാർജ് വിത്ത് ഒഫൻസീവ് ഓർഡർ പ്രൊഡ്യൂസ്ഡ്. അനൈറോബിക് മൈറ്റോസിസ് ആണ് മൂന്നാമത് വരുന്നത്, ഓർ മൈനോ നെക്രോസിസ് ഓർ ഗ്യാസ് ഗാംഗ്രേ. സോ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞിരുന്നു. മൂന്നെണ്ണത്തിനകത്ത് മൂന്നാമത്തെയാണ് അനൈറോബിക് മൈറ്റോസിസ് ഓർ മയോ നെക്രോസിസ് ഓർ ഗ്യാസ് ഗാംഗ്രേ. മോസ്റ്റ് ഗ്യാസ് ഗാംഗ്രേ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ആണ് ഓഫ് ക്ലോസ്ട്രീഡിയൽ ഇൻവേഷൻ ഓഫ് ഹെൽത്തി മസിൽ ടിഷ്യൂസ്. നേരത്തെ പറഞ്ഞതിൽ മസിൽസിനകത്ത് ഇൻവേഡ് ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഗ്യാസ് ഗാംഗ്രയുടെ കേസിനകത്ത് മസിൽസിനകത്ത് ഇൻവേഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഇരുന്നിട്ട് കുറേ ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് ഓൾസോ അവിടെ നടക്കും. ഈ ഗ്യാസ് ഗാംഗ്രേ എന്ന് പറയുന്നത് ഡിസീസ് ഓഫ് വാർ എന്നാണ് പറയുന്നത്. സിവിലിയൻ ലൈഫിനകത്ത് റോഡ് ആക്സിഡൻറ്റ്സ്, ഇഞ്ചുറീസ്, ഇതിനകത്തൊക്കെ മസിൽസ് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ ഗ്യാസ് ഗാംഗ്രേ ഈസ് റെയർലി ഇൻഫെക്ഷൻ ഓഫ് സിംഗിൾ ക്ലോസ്ട്രീഡിയം. സെവറൽ സ്പീഷീസ് ഫൗണ്ട് ഇൻ അസോസിയേഷൻ വിത്ത് അനൈറോബിക് സ്ട്രെപ്റ്റോകോക്കൈ ഫാക്കൾട്ടേറ്റീവ് അനൈറോബ്സ്. ഈ ഒരു പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ ഒക്കെ അസോസിയേഷൻ വഴിയാണ് നമ്മൾ ഈ ഡിസീസ് സാധാരണ കാണാറ്. അതുപോലെ തന്നെ പാത്തോജനിക് ക്ലോസ്ട്രീഡിയം പെരിഫിഞ്ചർ എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഫ്രീക്വൻറ്റ് കൗണ്ടൗട്ട് ചെയ്യാൻ പറ്റുന്നത്, ഫോളോഡ് ബൈ ക്ലോസ്ട്രീഡിയം നോവൈ ആൻഡ് ക്ലോസ്ട്രീഡിയം സെപ്റ്റിക്കം. മണ്ണിനകത്തുള്ള കാൽസ്യം സോൾട്സും സാൽസിലിക് ആസിഡും നെക്രോസിസ് കോസ് ചെയ്യും ലിംബേരിയലൊക്കെ. എന്നിട്ട് ഇതെന്ത് ചെയ്യും, ടിഷ്യൂസിനെ ടിയർ ചെയ്യും ഓഫ് ആർട്ടറീസ്. അതായത് ആർട്ടറീസിനകത്തുള്ള ടിഷ്യൂസിനെ ടിയർ ചെയ്തിട്ട് അനോക്സിയ കോസ് ചെയ്യും മസിൽസിന്. അപ്പം ഈ ബ്ലഡ് വെസൽസിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്യും, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഈ ഇങ്ങനത്തെ ഉള്ള ഇൻവേഷൻസ് എക്സ്ട്രാവസേഷനൊക്കെ അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് നമ്മുടെ കാപ്പിലറീസിൽ എന്ത് ചെയ്യും, ബ്ലഡ് സപ്ലൈയുടെ ആ ഒരു ഫ്ലോ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ EHഉം പിന്നെ PHഉം ഒക്കെ ഡാമേജ്ഡ് ചെയ്യും നമ്മുടെ ടിഷ്യൂസിനകത്ത്. അതിങ്ങനെ പൊഴിഞ്ഞു വിടാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഗ്യാസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും എക്സ്ട്രാവസേറ്റഡ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും ഒക്കെ റെഡ്യൂസ് ചെയ്യും. ആൻഡ് ദേ സീസ് ടു ആക്ട് ആസ് ഓക്സിജൻ കാരിയേഴ്സ്. ഈ ക്ലോസ്ട്രീഡിയം then multiply and elaborate different toxins like lecithinase, which damage cell membrane. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ alpha toxin causes lysis of erythrocytes and hemolytic anemia. Collagens destroy collagen barriers in the tissue. Hyaluronidase break down the intracellular substances and abundant gas production reduce the blood supply. So clinical representation എന്ന് പറയുന്നത് increasing pain, tenderness and edema affected by part with a blackening of tissue and foul smelling serious exudates. And cryptis due to accumulation of gas bubbles. Death occurs due to circulatory failure. ഈ കാണിച്ചിരിക്കുന്നതാണ് ഗ്യാസ് ഗാംഗ്രേന്റെ പിക്ചർ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് അതർ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഫുഡ് പോയ്സണിങ്, യൂഷ്വലി കോസ്ഡ് ബൈ ടൈപ്പ് എ സ്ട്രെയിൻസ്. ഗാംഗ്രേനിയസ് അപ്പൻഡൈറ്റിസ്, അത് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് എയും ടൈപ്പ് ബിയും, ഒക്കേഷണലി ടൈപ്പ് ബിയും കാണാറുണ്ട്. പിന്നെ നെക്രോട്ടൈസിങ് എൻഡ്രൈറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് സി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ബൈലറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവും. പിന്നെ എൻഡോജീനസ് ഗാംഗ്രേ ഓഫ് ഇൻട്രാ അബ്ഡോമിനൽ ഒറിജിൻ, വയറിനകത്തൊക്കെ കാണിക്കുന്നത്. പിന്നെ ബ്രെയിൻ ആബ്സസ് ആൻഡ് മെനിഞ്ചൈറ്റിസ്, ഇതൊക്കെ റെയർ കേസുകളാട്ടോ. പാനോപാത്തലൈമിറ്റിസ്, തൊറാസിക് ഇൻഫെക്ഷൻസ്, യൂറോജെനിറ്റൽ ഇൻഫെക്ഷൻസ്. യൂറോജെനിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും യൂറിനറി ട്രാക്റ്റില് നമ്മൾ സർജറിയാണ് യൂഷ്വലി ഫോളോ ചെയ്യാറുള്ളത്.
ലാബ് ഡയഗ്നോസിസിൽ ഹെമറ്റോളജിക്കൽ, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ സിഗ്നിഫിക്കൻ്റ് അല്ല. മെയിൻലി നമ്മൾ ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെയ്യുന്നത്. പിന്നെ സാമ്പിൾ എടുക്കുന്നത് വൂണ്ട്സ് സാംസ്, നെക്രോസ്ഡ് ടിഷ്യൂ, മസിൽ ഫ്രാഗ്മെന്റ്സ്, എക്സുഡേറ്റ്സ് ഫ്രം ദ ആക്റ്റീവ് പാർട്സ്. മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ഗ്രാം പോസിറ്റീവ് നോൺ മോട്ടൈൽ ക്യാപ്സുലേറ്റഡ് ബാസിലാണോ എന്ന് നോക്കും. സ്പോർസ് റെയർലി ഒബ്സർവ് ചെയ്യാറുണ്ട് ക്ലോസ്ട്രീഡിയം പെരിഫിൻജറൻസിൽ, റെയർലി ഒബ്സർവ് ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം ഇതാണ് എന്താ പെട്ടെന്ന് കാണാൻ പറ്റുന്ന പറയണേ. സോ സെക്കൻഡ് എന്ന് പറയുന്നത് കൾച്ചറാണ്. നമ്മൾ RCM മീഡിയത്തിനകത്തും ബ്ലഡ് അഗാറിനകത്തും നോക്കുക. പിങ്ക് കളറ് ഉണ്ടാക്കുന്നുണ്ട് വിത്തൗട്ട് ഡൈജഷൻ ഓഫ് മീറ്റ് എന്നുള്ളതാണ് RCMത്തിൽ പറയുക. പിന്നെ ബ്ലഡ് അഗാറിൽ ടാർഗറ്റ് ഹീമോലൈസിസ്, പിന്നെ ബയോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫെർമെന്റ് ചെയ്യുന്നുണ്ട് ഷുഗേഴ്സിനെ, അതുപോലെ തന്നെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡോൾ പോസിറ്റീവ്, MR പോസിറ്റീവ്, VV പോസിറ്റീവ്, പിന്നെ നൈട്രേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, H2S പ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. പിന്നെ നെക്സ്റ്റ് വന്നതാണ് നെഗ്ലസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റാപ്പിഡ് ഡിറ്റക്ഷൻ ഓഫ് ക്ലോസ്ട്രീഡിയം പെരിഫിൻജറൻസ് ആണ്. നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസിത്തിനേസ് ആക്ടിവിറ്റി ഓഫ് ആൽഫ ടോക്സിന്റെ ലിസിത്തിനേസ് ആക്ടിവിറ്റി ആണ് നോക്കുന്നത്. ഒപ്പലൻസിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൌണ്ട് കോളനീസ് ഇൻ പോസിറ്റീവ് ടെസ്റ്റ് due to breakdown of lipoprotein and complex in the medium. Okay. Reverse CAMP test. So reverse CAMP test എന്ന് പറയുമ്പോഴത്തേക്കും used for the differentiation of Clostridium perfringens and from other Clostridium species. CAMP പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് B Streptococcus is streaked in SBA and Clostridium perfringens is streaked perpendicular to its arrowhead. arrowhead ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. Hemolysis is seen between the growth of Clostridium perfringens and group B Streptococcus. പ്രൊഫൈലാക്സിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ആണ് പറയുന്നത്. കാരണം ഓൾ ഡാമേജ് ടിഷ്യൂസ് ഷുഡ് ബി റിമൂവ്ഡ്, അല്ലെങ്കിൽ വൂണ്ട്സ് ഇറിഗേറ്റഡ് ടു റിമൂവ് ക്ലോട്ട്സ്, നെക്രോട്ടിക് ടിഷ്യൂ ആൻഡ് ഫോറിൻ മെറ്റീരിയൽസ്, എക്സിഷൻ ഓഫ് അഫക്റ്റഡ് പാർട്ട് ഇൻ EGG. ഗ്യാസ് ഗാംഗ്രയുടെ കേസിൽ കേട്ടോ. ആന്റിബയോട്ടിക്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് മെട്രോണോഡാസോൾ, വിച്ച് ഈസ് ഇൻട്രാവീനസ്ലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത് ബിഫോർ സർജറി ആൻഡ് റിപ്പീറ്റഡ് 8 hours for 20 hours. 8 മണിക്കൂർ ഇടവേളയിൽ നമ്മൾ 24 മണിക്കൂറിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആന്റിബയോട്ടിക്സ് ഇൻ കോമ്പിനേഷൻസ് ആർ എഫക്റ്റീവ്. ആന്റിടോക്സിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പാസീവ് ഇമ്മ്യൂണൈസേഷൻ വിത്ത് AGS, മെയിൻലി 3 doses. 1 intramuscular doses at 6 hours and intravenal 2 doses കേട്ടോ. ഇൻട്രാവീനസ് 2 ഡോസും 1 intramuscular ഡോസും. അതുകൂടാണ്ട് അതർ ക്ലോസ്ട്രീഡിയ അസോസിയേറ്റഡ് വിത്ത് ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം സ്പെപ്റ്റിക്കം, ഓൾസോ കോൾഡ് as Vibrio septicate, produced 4 distinct toxins like alpha toxin, beta toxin, Y toxin and delta toxin. And it also produced fibrinosin and Clostridium novae, which produce 4 types recognized. Type A, which is caused gas gangrene, and Clostridium histolyticum produce 5 distinct toxins infrequently associated with gas gangrene. Okay, thank you.